ഇത്രയും സിമ്പിളായിട്ട് ഇനിയൊരു ഫ്ലവർ ബൊക്കറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റിക്കി നോട്ട് വെച്ചിട്ടൊരു ഫ്ലവർ ബൊക്കറ്റാണ് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല എലഗൻ ലുക്ക് തരുന്ന ഒരു ഫ്ലവർ ബൊക്കറ്റാണ്. നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ട് എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, സ്റ്റിക്കി നോട്ട് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് സ്റ്റിക്കി നോട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മളടുത്ത് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലീഫിന് വേണ്ടിയിട്ട് ആ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് ആ റോസിൻ്റെ മുകളിലായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിനി അത് സെയിം കളർ തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു കോൺട്രാസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് കളർ പേപ്പറും കൂടി എടുത്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസും പിന്നെ അതേപോലെ തന്നെ ഒരു റെഡും ഒരു ഡാർക്ക് ഗ്രീനും കൂടി ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ചധികം വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുക. എന്നിട്ട് പിന്നെ എനിക്ക് ഇതിൻ്റെ ബേസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ കഴിഞ്ഞിട്ടുള്ള റോൾ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ജസ്റ്റ് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെറിയ കുട്ടികളാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ ഗമ്മ് വെച്ചിട്ട് യൂസ് ചെയ്യുക കേട്ടോ, ചെറിയ കുട്ടികളാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളെ പാരൻസിനോടൊന്ന് ഹെൽപ്പ് ചോദിക്കട്ടോ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ട് 2-3 പേര് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലൈറ്റ് കളറാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഒരു പെയിൻറ്റാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അത് അടിച്ചു കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ചെറിയൊരു പീസ് എടുത്തിട്ട് അതൊരു ബ്രൗൺ പേപ്പറിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊരു കോട്ട് ചെയ്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ, അതല്ലെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരു പേപ്പറിൽ കുറച്ച് വലിയതാക്കി എടുത്തിട്ട് അതിലേക്ക് കോട്ട്സ് എഴുതി കൊടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൽ ഐ ലവ് യു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് അതിലൊരു ലവും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഐ ലവ് യു എന്നുണ്ടാകുമ്പോൾ പിന്നെ ഒരു റെഡ് ലവ് നിർബന്ധമാണല്ലോ, അപ്പോൾ അതും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ കമൻറ്റിലാണ് ഗൈസ് ഞാൻ എൻ്റെ വീഡിയോസ് പിന്നെയും ചെയ്യുന്നത്. പിന്നെ പറയാൻ വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിവ് അവേ ഞാൻ ഇടണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.